here. Write the remaining words. പഠിച്ചു നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് write the number names. Write the number names. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം number names എഴുതാൻ അല്ലേ? നമുക്ക് നോക്കാം. Write the number names. Okay, write the number names. First question നോക്കിക്കേ. First question അവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചേ, ടെക്സ്റ്റ് ബോക്സ് ശ്രദ്ധിച്ചേ. 308. നമ്മൾ എഴുതുന്നതെങ്ങനെയാ? 3 സ്പെല്ലിംഗ് എന്താ? 3PHREE 3 പറയുന്നത് 100 സ്ഥാനത്താണ് അല്ലേ? 0 യുടെ സ്ഥാനത്ത് വല്ലതും ഉണ്ടോ? പെൻസിൽ സ്ഥാനത്ത് വല്ലതും ഉണ്ടോ? 0 നമ്മൾ അവിടെ എന്തായാലും ഒന്നും എഴുതില്ല. 300 and 3 പറയുന്നത് 100. 300 and എത്രയാ പറഞ്ഞേ? 300 and ഏതാ പറഞ്ഞേ? 8. എങ്ങനെ വായിക്കും? 300 and 8. അപ്പോൾ 300 and 8. 8 സ്പെല്ലിംഗ് എല്ലാവരും പറഞ്ഞില്ലേ? 8 സ്പെല്ലിംഗ് പറഞ്ഞേ. 8 സ്പെല്ലിംഗ് എല്ലാവരും പറഞ്ഞേ. EIGHT 8. ഓക്കേ, ഒന്നുകൂടെ പറഞ്ഞേ. EIGHT. ഓക്കേ, എങ്ങനെ വായിക്കുന്നേ? 300 and 8. 100 സ്പെല്ലിംഗ് പറഞ്ഞേ. E I G H
8 100 स्पेलिंग आते H U N D R E T 200 800 H U N D R E D 100 H U N D R E D 100 and 800 and എത്ര ആ 85 ഇല്ലേ 85 ന്റെ സ്പെല്ലിംഗ് ആണേ E I G H T Y 80 ന്റെ സ്പെല്ലിംഗ് ഏതാ E I G H T Y E I G H T Y 85 E I G H T Y 80 85 അതിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ F I V E 5 ഒന്നുകൂടെ F I V E 5 ഓക്കേ 85 ഒന്നുകൂടെ വായിക്കാം 80 800 and 85 800 and 85 800 and 85 okay അടുത്ത നോക്കിക്കേ വായിച്ചേ എത്ര വൺസ് ഉണ്ട് 1 വൺസ് എത്ര ടെൻസ് ഉണ്ട് 2 ടെൻസ് എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് 700 ഇല്ലേ നമ്മൾ എങ്ങനെ എഴുതുന്നേ നമ്പർ ബേസിൽ എങ്ങനെ എഴുതുന്നത് പറഞ്ഞു നിങ്ങൾ തന്നെ പറഞ്ഞേ ആ 700 7 സ്പെല്ലിംഗ് പറഞ്ഞേ S C V E N okay ഒന്നുകൂടെ S C V E N 7 100 ന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ H U N D R E D 100 700 and how many 700 and 21 ഇല്ലേ 700 and 21 21 ന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ T W E N T Y 20 T W E N T Y 21 O N E 1 21 21 okay 700 and 21 700 and 21 700 and 21 okay അടുത്ത ശ്രദ്ധിച്ചേ E തേർഡ് നമ്പർ 368 ഇവിടെ എഴുതി നോക്കാം 3 യുടെ സ്പെല്ലിംഗ് പറഞ്ഞേ T H R E E 3 ഒന്നുകൂടെ T H R E E 3 100 ന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ H U N D R E D 100 and 68 and 300 and 68 60 യുടെ സ്പെല്ലിംഗ് പറഞ്ഞേ 60 ആ S I X T Y S I X T Y ഒന്നുകൂടെ പറഞ്ഞേ S I X T Y 60 68
ഒന്നുകൂടെ HUNDRED 100.
TEMPLES ടെമ്പിൾസ് എവിടെയാണ്? തമിഴ്നാട്. തമിഴ്നാട്.
ഓക്കെ ടീച്ചർ ഈ 5 എണ്ണേ പഠിക്കുന്നുള്ളൂ. ഈ 5 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലതുപോലെ 5 ടൈംസ് എഴുതി പഠിക്കുക. അത് ആ ടീച്ചറുടെ ഫോണിലോട്ട് ഇട്ട് തരിക. ബാക്കി 5 എണ്ണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ടീച്ചർ പഠിപ്പിച്ച 5 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക? 5 ടൈംസ് എഴുതി പഠിക്കുക. എഴുതി പഠിച്ചതിന് ശേഷം ടീച്ചറുടെ ഫോണിലോട്ട് ഇട്ട് തരിക. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാരും പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണോ? നമുക്കപ്പം കമ്പ്യൂട്ടർ പഠിച്ചു തുടങ്ങിയാലോ? നമുക്ക് കമ്പ്യൂട്ടറിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളില്ലേ, വർക്കിംഗ് വിത്ത് കമ്പ്യൂട്ടേഴ്സ്. അതല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ക്ലാസ് എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ് എന്തൊക്കെയാ പഠിച്ചതെന്ന്? എന്തൊക്കെയായിരുന്നു പഠിച്ചത്? എല്ലാവരും പറഞ്ഞേ. സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിച്ചായിരുന്നില്ലേ? പിന്നെ എന്ത് പഠിച്ച്? സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിച്ചായിരുന്നു. പിന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിച്ചായിരുന്നില്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലായിരുന്നോ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ പഠിച്ചതൊക്കെ? നമുക്കപ്പം ഇന്ന് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പഠിക്കാം. എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമുക്കറിയാലോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഏതൊക്കെ ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഉള്ളത്? വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ. എന്താണ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ? പിന്നെ ഏത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്? ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ. ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ. പിന്നെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഉണ്ട്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. പിന്നെ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. അപ്പം ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എത്ര ടൈപ്പ് ഉണ്ട്? 5 ടൈപ്സ് ഉണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എത്ര ഉണ്ട്? 5 ടൈപ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ, വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്, ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ഉണ്ട്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഉണ്ട്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, പിന്നെ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് എന്താണ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ എന്ന് നോക്കാം. എന്താണ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ? Word processing software allows the users to create, edit and print documents. Word processing software allow ചെയ്യുന്നു. എന്തിന്? Word processing software allows the users to create, edit and print documents. ഡോക്യുമെന്റ്സ് എന്തെങ്കിലും രേഖകളൊക്കെ പ്രിന്റ് ചെയ്തത്. നമുക്കറിയാലോ നമ്മളിങ്ങനെ കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പേപ്പറിൽ പ്രിന്റ് ചെയ്തെടുത്ത് തരാറില്ലേ? അതേപോലെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് എന്തെങ്കിലും രേഖകളൊക്കെ പ്രിന്റ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ തിരുത്താൻ, എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിലേക്ക് മാറ്റം വരുത്തണമെങ്കിൽ എഡിറ്റ് ചെയ്യാനും അതുപോലെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എന്താണ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ? വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ allows the users to create, edit and print documents. ഡോക്യുമെന്റ്സ് എന്തെങ്കിലും രേഖകളൊക്കെ പ്രിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ എന്തെങ്കിലും തെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് തിരുത്താനും അതുപോലെ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ യൂസേഴ്സിനെ ഉപയോഗിക്കുന്ന ആളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ്? MS വേർഡ്, വേർഡ് പാഡ്, നോട്ട് പാഡ്. എന്തൊക്കെയാണ്? MS വേർഡ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? MS വേർഡ്. പിന്നെന്താണ്? വേർഡ് പാഡ്. പിന്നെന്താണ്? നോട്ട് പാഡ്. എന്തൊക്കെയാണ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ്? MS വേർഡ്, വേർഡ് പാഡ്, നോട്ട് പാഡ്. എന്തൊക്കെയാണ്? MS വേർഡ്, വേർഡ് പാഡ്, നോട്ട് പാഡ്. എന്താണ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ allows the users to create, edit and print documents. ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിന്റ് ചെയ്യാനും അതുപോലെ എഡിറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനൊക്കെ യൂസേഴ്സിനെ അനുവദിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ്? MS വേർഡ്, വേർഡ് പാഡ്, നോട്ട് പാഡ്. ഇനി നമുക്ക് അടുത്ത ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് നോക്കാം. എന്താണ്
database software. Database software is used for creating, editing and maintaining database file. ഡേറ്റാബേസ് ഫയല് നിലനിർത്തിക്കൊണ്ടുവരാൻ, പരിപാലിക്കാനും അതുപോലെ എഡിറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്ത് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. The main advantage of software is that one can change the way how the data are stored and displayed. ഈ ഡേറ്റാബേസ് സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്, ഗുണം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്താണ്? ഡേറ്റാബേസ് സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ആ ഡേറ്റ സ്റ്റോർ ചെയ്തിരുന്ന ഡേറ്റ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാനുള്ള രീതികളൊക്കെ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. The main advantage of this software is that one can change the way how the data are stored and displayed. ഡിസ്പ്ലേ ചെയ്തിട്ടും സ്റ്റോർ ചെയ്തിട്ടുള്ള ഡേറ്റകൾ ചേഞ്ച് ചെയ്യാനൊക്കെ എന്ത് പറ്റും, എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാന്നുള്ളത് ഈ സോഫ്റ്റ്വെയറിന്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ്. ഈ സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിനുള്ള എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഡേറ്റാബേസ് സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ MS Access, DBase, Postgres, Paradox and Oracle. ഇതൊക്കെയാണ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ. MS Access, DBase, Postgres, Paradox and Oracle. MS Access, DBase, Postgres, Paradox, Oracle. അപ്പൊ എന്തൊക്കെയാണ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ എക്സാമ്പിൾ? MS Access, DBase, Postgres, Paradox and Oracle. അപ്പൊ എന്താണ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ? ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ്, എഡിറ്റിംഗ് ആൻഡ് മെയിന്റെയിനിങ് ഡേറ്റാബേസ് ഫയൽ. ഡേറ്റാബേസ് ഫയല് നിലനിർത്തിക്കൊണ്ടുപോകാൻ, പരിപാലിച്ചുകൊണ്ട് പോകാനും അതുപോലെ അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക്, തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്? The main advantage of this software is that one can change the way how the data are stored and displayed. The main advantage എന്താണ്? The main advantage of this software is that one can change the way how the data are stored and displayed. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഡേറ്റയൊക്കെ എങ്ങനെ മാറണം, എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് നമുക്ക് എന്തുപയോഗിച്ച് പറ്റും? ഈ ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മാറ്റാൻ പറ്റും. എന്തൊക്കെയാണ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ്? MS Access, DBase, Postgres, Paradox, Oracle. ഇനി നമുക്ക് നെക്സ്റ്റ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. എന്താണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ? The spreadsheet software is an interactive computer application. ഒരു ഇന്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് എന്ത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ഇന്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് എന്ത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ഫോർ ഫിനാൻസ് റിലേറ്റഡ് വർക്ക്സ്. ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സാമ്പത്തികമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വർക്കൊക്കെ ആയി ബന്ധപ്പെട്ടതാണ് എന്ത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്തിനുള്ളത്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ ഉള്ളത്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഓപ്പറേറ്റ് ഓൺ ദ ഡേറ്റ എൻറ്റേർഡ് ഇൻ ദ സെൽ ഓഫ് എ ടേബിൾ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഓപ്പറേറ്റ് ഓൺ ദ ഡേറ്റ എൻറ്റേർഡ് ഇൻ ദ സെൽ ഓഫ് ടേബിൾ. ടേബിൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് വെച്ചാൽ ഒരു ടേബിൾ ആണ്. ആ ടേബിൾ ഓരോ കോളങ്ങളുണ്ട്. ആ ഓരോ ബോക്സ് ചെറിയ ഒരു കോളങ്ങളാണ് എന്ത് സെല്ല് എന്ന് പറയുന്നത്. ഈ സെല്ലിൽ എൻ്റർ ചെയ്തിട്ടുള്ള ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് സ്പ്രെഡ്ഷീറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഈ ഡേറ്റ നമ്മുടെ ടേബിളിലുള്ള ഓരോ സെല്ലിന്റെയും നമ്മൾ എന്താണ് എൻ്റർ ചെയ്തിട്ടുള്ള ഡേറ്റ
അടിസ്ഥാനത്തിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്? സ്പ്രെഡ്ഷീറ്റ് പ്രവർത്തിക്കുന്നത്. എന്താണ് അപ്പൊ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്? The spreadsheet software is an interactive computer application. ഒരു interactive computer application ആണ് എന്ത്? Spreadsheet software എന്ന് പറയുന്നത്. Spreadsheet software is used for എന്തിനാ? Finance related works. എന്തിനാ ഉപയോഗിക്കുന്നത്? Finance related works ആണ് എന്ത് ഉപയോഗിക്കുന്നത്? Spreadsheet software ഉപയോഗിക്കുന്നത്. Spreadsheet software operate on the data entered in the cell of the table. എന്താണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ? ഓപ്പറേറ്റ് ഓൺ ദ ഡേറ്റ എൻറ്റേർഡ് ഇൻ ദ സെൽ ഓഫ് ടേബിൾ. ടേബിളിലെ സെല്ലില് നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത്. എന്തൊക്കെയാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ്? ഗൂഗിൾ ഷീറ്റ്സ്. എന്താണ് ഗൂഗിൾ ഷീറ്റ്സ്? എന്തിന് ഉദാഹരണമാണ്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെന്താണ് MS എക്സൽ. MS എക്സൽ എന്തിന് ഉദാഹരണമാണ്? എക്സാമ്പിൾ ആണ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. പിന്നെ നെക്സ്റ്റ് നമുക്കിനി പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നോക്കാം. എന്താണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ? This software is used to show the information in the form of a slideshow. The three main functions of presentation software are editing the text and the graphics, importing content from other locations, and executing the slideshow. എന്താണ് presentation software? This software is used to show the information in the form of a slideshow. ഒരു സ്ലൈഡ് ഷോയുടെ രൂപത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വിവരങ്ങളൊക്കെ കാണിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് സ്ലൈഡ് ഷോയുടെ രൂപത്തിൽ ഇൻഫർമേഷൻസ് കാണിക്കുന്നതാണ് എന്ത്? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. The three main functions of presentation software are editing the text and the graphics, importing content from other locations, and executing the slideshow. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താണ്? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഒരു സ്ലൈഡ് ഷോയുടെ രൂപത്തിൽ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് നൽകുന്നത് കാണിക്കുന്നതാണ് എന്ത്? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? എഡിറ്റ് ചെയ്യുക, അതുപോലെ ടെക്സ്റ്റ് ഗ്രാഫിക്സ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് മറ്റ് സ്ഥലങ്ങളിലുള്ള കണ്ടന്റ് ഒക്കെ കൊണ്ടുവരിക, അതുപോലെ ഇതൊക്കെ എക്സിക്യൂട്ടീവ് ചെയ്യുക, സ്ലൈഡ് ഷോ ആയിട്ട് എക്സിക്യൂട്ടീവ് ചെയ്യുക. ഇതൊക്കെയാണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന്റെ പ്രധാനമായിട്ടുള്ള functions. The three main functions of presentation software are editing the text and the graphics, importing content from other locations, and executing slideshow. സ്ലൈഡ് ഷോ ഒക്കെ എക്സിക്യൂട്ടീവ് ചെയ്യുക, മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കണ്ടന്റ് കൊണ്ടുവരിക, അതുപോലെ ടെക്സ്റ്റും ഗ്രാഫിക്സും ഒക്കെ എന്ത് ചെയ്യുക? എഡിറ്റ് ചെയ്യുക. ഇങ്ങനെ 3 ഫംഗ്ഷനാണ് എന്ത് ചെയ്യുന്നത്? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ നിർവഹിക്കുന്നത്. എന്താണ് ഇനി എന്തൊക്കെയാണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ് നോക്കാം. എന്തൊക്കെയാണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ്? MS PowerPoint. എന്താണ് MS PowerPoint? Keynote, Prezi. എന്തൊക്കെയാണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ്? MS PowerPoint, Keynote, Prezi. എന്തൊക്കെയാണ്? MS PowerPoint, Keynote, Prezi. ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എന്താ നോക്കാം. എന്താണ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ? മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടെക്സ്റ്റ്, ഓഡിയോ ആൻഡ് വീഡിയോസ്. നമ്മൾ എടുക്കുന്ന വീഡിയോയുടെയും അതുപോലെ ഓഡിയോയുടെയും ടെക്സ്റ്റിന്റെ ഒക്കെ ഒരു കൂടിച്ചേർന്ന കോമ്പിനേഷൻ ആണ് എന്ന് പറയുന്നത് മൾട്ടിമീഡിയ എന്ന് പറയുന്നത്. എന്താണ് മൾട്ടിമീഡിയ? വീഡിയോയുടെയും അതുപോലെ ഓഡിയോ, ശബ്ദം, വീഡിയോയുടെയും ഓഡിയോയുടെയും അതുപോലെ ടെക്സ്റ്റിന്റെ ഒക്കെ ഒരു കൂടിച്ചേരലാണ് എന്ത് മൾട്ടിമീഡിയ എന്ന് പറയുന്നത്. This software helps the users
to make audios and videos. The various forms of multimedia software are audio converters, burners, video encoders and decoders. എന്താണ് the software help the users to make audio and videos. നമുക്ക് വീഡിയോയും ഓഡിയോ ഒക്കെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ത് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. The various form of multimedia software are audio converters, burners, video encoders and decoders. വീഡിയോ എൻകോഡേഴ്സും ഡീകോഡേഴ്സും ബേണേഴ്സും അതുപോലെ ഓഡിയോ കൺവേർട്ടേഴ്സ് ഒക്കെയാണ് എന്ത് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറിന്റെ പല ഫോംസ്. എന്തൊക്കെ രൂപത്തിലാണ് മൾട്ടിമീഡിയ ഉള്ളത്? വീഡിയോ എൻകോഡേഴ്സിന്റെയും ഡീകോഡേഴ്സിന്റെ രൂപത്തിലുണ്ട്, ബേണേഴ്സിന്റെ രൂപത്തിലുണ്ട്, ഓഡിയോ കൺവേർട്ടേഴ്സിന്റെ രൂപത്തിലും എന്തുണ്ട് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ഉണ്ട്. എന്താണ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ? മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടെക്സ്റ്റ്, ഓഡിയോ ആൻഡ് വീഡിയോസ്. വീഡിയോയുടെയും അതുപോലെ ഓഡിയോയുടെയും ടെക്സ്റ്റിന്റെയും ഒക്കെ ഒരു കൂടിച്ചേരൽ എല്ലാം കൂടി ചേർന്നിട്ടാണ് എന്ത് മൾട്ടിമീഡിയ ഉള്ളത്. മൾട്ടിമീഡിയ എന്താ? വീഡിയോയുടെയും അതുപോലെ ഓഡിയോ ശബ്ദത്തിന്റെയും ടെക്സ്റ്റിന്റെയും ഒരു കൂടിച്ചേരൽ എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നാണ് എന്ത് മൾട്ടിമീഡിയ എന്ന് പറയുന്നത്. മൾട്ടിമീഡിയ ഉപയോഗിച്ചാണ് നമുക്ക് എന്താ ഓഡിയോയും വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് മൾട്ടിമീഡിയയുടെ എക്സാമ്പിൾസ്? VLC മീഡിയ പ്ലെയർ, VLC മീഡിയ പ്ലെയർ മൾട്ടിമീഡിയയുടെ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെന്താണ് വിൻഡോ മീഡിയ പ്ലെയർ, പിന്നെന്താ ഐട്യൂൺസ്, KM പ്ലെയർ, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? VLC മീഡിയ പ്ലെയർ, വിൻഡോ മീഡിയ പ്ലെയർ, ഐട്യൂൺസ്, KM പ്ലെയർ. എന്തൊക്കെയാണ്? VLC മീഡിയ പ്ലെയർ, വിൻഡോസ് മീഡിയ പ്ലെയർ, ഐട്യൂൺസ്, KM പ്ലെയർ. അപ്പൊ മൾട്ടിമീഡിയ എന്ന് പറയുന്നത് എന്താണ്? ടെക്സ്റ്റിന്റെയും ഓഡിയോയുടെയും വീഡിയോസിന്റെയും ഒരു കോമ്പിനേഷൻ എല്ലാം കൂടി ചേർന്നാണ് എന്ന് പറയുന്നത് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് എക്സാമ്പിൾ? VLC മീഡിയ പ്ലെയർ, വിൻഡോ മീഡിയ പ്ലെയർ, ഐട്യൂൺസ്, KM പ്ലെയർ. അപ്പം നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത്? ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പഠിച്ചത്. നമ്മൾ ഏതൊക്കെ ടൈപ്സ് ഉള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിച്ച്? വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിച്ച്, ഡേറ്റാബേസ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിച്ച്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിച്ച്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിച്ച്, പിന്നെ ലാസ്റ്റ് എന്താ പഠിച്ചത്? മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിച്ചു. എല്ലാവർക്കും ഇത്രയും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു? MS വേർഡും വേർഡ് പാഡും നോട്ട് പാഡുമാണ് എന്തിന്റെ എക്സാമ്പിൾ? വേർഡ് പ്രോസസിംഗിന് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ. ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ് എക്സാമ്പിൾ? MS ആക്സസ്, DBase, ForcePro, Parados and Oracle. ഇതൊക്കെയാണ് എന്തിന്റെ എക്സാമ്പിൾ? ഡേറ്റാബേസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ. ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ എന്തായിരുന്നു? ഡേറ്റാബേസ് ഫയൽസ് എന്ത് ചെയ്യാൻ? മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ എഡിറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്താണ്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഈസ് എൻ ഇന്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് എന്ത്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫിനാൻസ് റിലേറ്റഡ് വർക്ക്സ് ആണ് എന്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്? പ്രധാനമായിട്ട് ഫിനാൻസ് റിലേറ്റഡ് വർക്ക്സ് വേണ്ടിയാണ് എന്തിനു ഉപയോഗിച്ചത്? നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചത്. പിന്നെ നമ്മള് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിനുള്ള ഒരു എക്സാമ്പിൾസ് എന്തൊക്കെയാണ് പഠിച്ചില്ലേ? ഇതൊക്കെയാണ് ഗൂഗിൾ ഷീറ്റ്സും പിന്നെ MS എക്സലും. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിച്ചില്ലേ? എന്താണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? എന്താണ്? സ്ലൈഡ് ഷോയില് ഇൻഫർമേഷൻസ് ഒക്കെ കാണിക്കുന്നതാണ്
പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുടെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത്? MS പവർ പോയിന്റും കീനോട്ടും പ്രിസിയും മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ആണല്ലേ. എന്താണ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? വീഡിയോസും ഓഡിയോസും ടെക്സ്റ്റിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ, ഒരു കൂടിച്ചേരലാണ് എന്ത് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എന്താണ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞത്? VLC മീഡിയ പ്ലെയർ, വിൻഡോ മീഡിയ പ്ലെയർ, iTunes, KM പ്ലെയർ. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ടീച്ചർ എടുക്കാനായിട്ട് പോയത് ഹിന്ദിയുടെ ക്ലാസ് ആണ്. അപ്പൊ ഹിന്ദി നമ്മൾ ആ തൊട്ട് അഹ വരെയുള്ള ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു. അതുപോലെ ആ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള വേർഡുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. അപ്പൊ ആ തൊട്ട് അഹ വരെയുള്ള വേർഡ് ലെറ്റർ പഠിച്ചു. അതുപോലെ നമ്മൾ എന്ത് പഠിച്ചു? അത് ബേസ് ചെയ്തിട്ടുള്ള നമ്മള് ഈ രണ്ട് വേർഡ് വെച്ചിട്ട് നമ്മള് പഠിച്ചു. അപ്പൊ നമ്മൾ എക്സാമിനായിട്ട് അവിടെ എന്ത് ചെയ്യാം? ആ തൊട്ട് അഹ വരെയുള്ള പോർഷൻസ് നന്നായിട്ട് എന്ത് ചെയ്യുക? എല്ലാവരും വാക്കുകളുടെ പിക്ചറൊക്കെ ഐഡന്റിഫൈ ചെയ്തൊക്കെ നന്നായിട്ട് പഠിക്കുക. ഹിന്ദി വേർഡ് പഠിക്കുക. അതുപോലെ തന്നെ അതിന്റെ മീനിങ് ഇംഗ്ലീഷ് വേർഡ് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് അതുമായിട്ട്, അതായത് ആ സ്വരാക്ഷരങ്ങളുമായിട്ട് ബേസ് ചെയ്ത് ടെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണ്. പിക്ചർ നോക്കിയിട്ട് ആ പിക്ചറിനോട് എന്താണ് റിലേറ്റഡ് ആയിട്ടുള്ള ലെറ്റർ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇപ്പൊ എക്സാമ്പിൾ നോക്കിയേ, ഇതെന്താണ്? എന്താണ്? അപ്പൊ എന്ന് പറയുമ്പോ ആദ്യത്തെ ലെറ്റർ എന്താണ്? എന്ത് ലെറ്റർ ആണ്? അപ്പൊ എന്ത് ചെയ്യാം? എന്നുള്ള ലെറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം, മാച്ച് ചെയ്യണം. മനസ്സിലായോ? അതായത് പിക്ചർ നോക്കിയിട്ട് അതിന്റെ പേരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലെറ്റർ നമ്മൾ എന്ത് ചെയ്യണം? ഈ റൗണ്ടിൽ നിന്ന് കണ്ടുപിടിച്ച് അത് മാച്ച് ചെയ്യണം. അത് നിങ്ങൾ എന്ത് ചെയ്യാം? ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. നെക്സ്റ്റ് പേജില് ഐഡന്റിഫൈ ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദിസ് നെയിം എന്നാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ പഠിക്കാത്ത വേർഡുകളും ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇതിപ്പോ നമ്മള് ചെയ്യണ്ട, ഈ ഒരു വർക്ക് ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? ഈ ഒരു വർക്ക് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു പിക്ചർ മാത്രം എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. അടുത്തേക്ക് വ്യഞ്ജനാക്ഷരങ്ങളാണ്. കാ തൊട്ട് ഹ വരെയുള്ള വ്യഞ്ജനാക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് ലെറ്ററുകളാണ് പഠിപ്പിക്കുന്നത്. ക, ഇഖ. ഏതൊക്കെ ലെറ്ററുകളാണ് പഠിക്കാനായിട്ട് പോകുന്നത്? ക, ഇഖ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് ക. ഏത് ലെറ്റർ ആണ്? ക. നമ്മള് ഇതിൽ ബോർഡിൽ 5 ലൈൻ വരച്ചിട്ടുണ്ട്. ആ 5 ലൈൻ എങ്ങനെയാണ് ക എന്ന് പറയുന്ന ലെറ്റർ എഴുതുന്നതെന്നാണ് ടീച്ചർ പറയാനായിട്ട് പോകുന്നത്. നോക്കി, എങ്ങനെയാണ് ഈ 5 ലൈനില് ക എന്ന ലെറ്റർ എഴുതാൻ നോക്കിയേ. അതായത് നോക്കുക, നമ്മൾ എഴുതാനായിട്ട് ടീച്ചർ പറഞ്ഞു സെൻട്രൽ ആയിട്ടുള്ള ഈ 3 ലൈൻസ് ആണ് നമ്മൾ എഴുതാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിയേ, ക എന്നുള്ള ലെറ്റർ എഴുതാൻ നോക്കിയേ. ഇപ്പൊ ക വെച്ചിട്ടുള്ള രണ്ട് വേർഡുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഏതൊക്കെയാണ് ക വെച്ചിട്ടുള്ള രണ്ട് വേർഡുകൾ? ഏതൊക്കെയാണ്? ടെക്സ്റ്റ് എടുത്തേ, പേജ് നമ്പർ 8. കണ്ടോ? ലെറ്റർ ഏതാണ്? ക. പറഞ്ഞെല്ലാവരും ക വെച്ചിട്ട് നോക്കി. കബൂത്തർ. എന്താണ്? കബൂത്തർ. കബൂത്തർ എന്ന് വെച്ചാൽ എന്താണ്? PJ. പ്രാവിനെയാണെന്ന് പറയുന്നത് കബൂത്തറിന് പറയുന്നത്. കബൂത്തർ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? PJ. നെക്സ്റ്റ് നോക്കി, കമൽ. എന്താണ്? കമൽ. കമൽ എന്താണ്? ലോട്ടസ്. കമൽ, ലോട്ടസ്. അപ്പൊ ക വെച്ചിട്ട് രണ്ട് പേരുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതൊക്കെയാണ്. ക, കബൂത്തർ. കബൂത്തർ എന്താ മീനിങ്? PJ. എന്താണ്? PJ. ക, കബൂത്തർ. കമൽ. കബൂത്തർ മീൻസ് PJ. കമൽ മീൻസ് ലോട്ടസ്. നമ്മള് വ്യഞ്ജനാക്ഷരത്തിലെ ആദ്യത്തെ ലെറ്റർ ഏതാണ്? ക. അല്ലേ? ക ഉപയോഗിച്ചിട്ട് ആദ്യത്തെ വേർഡ് ഏതാണ്? കബൂത്തർ. കബൂത്തർ എന്ന് വെച്ചാൽ എന്താ മീനിങ്? എന്താണ് മീനിങ്? PJ. എന്താണ്? PJ.
ഓക്കെ, ടീച്ചർ മീനിങ് എഴുതി തരാം. കാ വെച്ചിട്ട് പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണ്? കബൂത്തർ അല്ലെ, എന്താണ് കബൂത്തർ? കബൂത്തർ അല്ലെ, കബൂത്തർ എന്താ മീനിങ്? എന്താണ്? പീജിയൻ. എന്താണ്? പീജിയൻ. നെക്സ്റ്റ് എന്താണ്? കമൽ അല്ലെ, കമൽ എന്ന് വെച്ചാൽ എന്താണ്? നോക്കിയേ, ടീച്ചർ കൊടുത്തിട്ടോ, നോക്കിയേ. കമൽ, താമര അല്ലെ, താമരക്കാണ് നമ്മള് ഹിന്ദിയിൽ എന്താ പറയുന്നത്? കമൽ. കമൽ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീനിങ് എന്താണ്? ലോട്ടസ്. എന്താണ്? ലോട്ടസ്. കമൽ, ലോട്ടസ്. അപ്പൊ നമ്മള് കാ വെച്ചിട്ട് രണ്ട് വേർഡുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? കബൂത്തർ, കമൽ. പറഞ്ഞ എല്ലാവരും കാ വെച്ചിട്ടുള്ള രണ്ട് വേർഡുകൾ പറഞ്ഞേ. കബൂത്തർ, കമൽ. കബൂത്തർ മീനിങ് പറഞ്ഞേ. പീജിയൻ. എന്താണ്? പീജിയൻ. കബൂത്തർ, പീജിയൻ. കമൽ, ലോട്ടസ്. കമൽ എന്താണ്? ലോട്ടസ്. അപ്പൊ കാ വെച്ചിട്ടുള്ള രണ്ട് വേർഡുകൾ പഠിച്ചു. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ, ബോർഡിൽ നോക്കാതെ പറഞ്ഞേ, വേഗം പറഞ്ഞേ. കബൂത്തർ. കബൂത്തർ മീനിങ് എന്താണ്? പീജിയൻ. എന്നോട് പറഞ്ഞേ. കബൂത്തർ, പീജിയൻ. കമൽ, ലോട്ടസ്. കമൽ എന്താണ്? ലോട്ടസ്. രണ്ടുപേരും പഠിച്ചല്ലോ. ഏതൊക്കെയാണ്? കബൂത്തർ, കമൽ. കബൂത്തർ മീനിങ്സ് എന്താണ്? പീജിയൻ, കമൽ, ലോട്ടസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇക്ക. ഏതാണ്? ഇക്ക. കാ പഠിച്ചു. നെക്സ്റ്റ് ഇക്ക അല്ലേ. ഇക്ക വെച്ചിട്ട് രണ്ടുപേരും എന്താക്കണം? കാ, ഇക്ക അല്ലേ. ഇക്ക വെച്ചിട്ട് നമുക്ക് രണ്ട് വാക്കുകളുണ്ട്. ഏതൊക്കെയാണ്? ഖർഗോഷ്, കങ്കർ. എന്താണ്? ഖർഗോഷ്, കങ്കർ. ഇക്ക വെച്ചിട്ട് ഖർഗോഷ്. ഖർഗോഷ് എന്ന് വെച്ചാൽ എന്താണ്? റാബിറ്റ്. ഖർഗോഷ്, റാബിറ്റ്. പറഞ്ഞേ. ഖർഗോഷ്, റാബിറ്റ്. ഖർഗോഷ്, റാബിറ്റ്. അടുത്തതാണ് കങ്ക്. കങ്ക് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കങ്ക്, കങ്ക് എന്ന് വെച്ചാല് ബേർഡ്. എന്താണ്? ബേർഡ് അല്ലേ. കങ്ക്, ബേർഡ്. ഖർഗോഷ്, റാബിറ്റ്. ഓക്കെ, ഇക്ക വെച്ചിട്ടുള്ള രണ്ട് പേരുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഖർഗോഷ്. എന്താണ്? ഖർഗോഷ്. റാബിറ്റിന് ഹിന്ദിയിൽ പറഞ്ഞ പേരെന്താണ്? ഖർഗോഷ്. അപ്പൊ നമുക്ക് ഹിന്ദിയിലെ 5 ലൈനില് എങ്ങനെയാണ് ഇക്ക എന്ന് പറയുന്ന ലെറ്റർ എഴുതി നോക്കിയേ. നമ്മള് യൂസ് ചെയ്ത ഏതാണ്? ഫസ്റ്റ് 3 ലൈൻ ആണ് അല്ലേ. സെൻട്രലായിട്ടുള്ള 3 ലൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കേട്ടോ, ലെറ്റർ ഏതാണ്? ഇക്ക. ഇക്ക വെച്ചിട്ടുള്ള രണ്ട് വേർഡുകളാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഏതൊക്കെയാണ്? ഖർഗോഷ്. എന്താണ്? ഖർഗോഷ്, കങ്ക് അല്ലേ. ഖർഗോഷ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? റാബിറ്റ്. പിക്ചർ ഉണ്ടോ? റാബിറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഖർഗോഷ് എന്ന് പറയുന്നത്. മീനിങ് ബോർഡിൽ എഴുതി തരാം. ഓക്കെ, വെച്ചിട്ടുള്ള രണ്ട് വേർഡുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഏതൊക്കെയാണ്? ഖർഗോഷ്. വായിച്ച എല്ലാവരും. ഖർഗോഷ്. ഖർഗോഷ് മീനിങ് എന്താണ്? റാബിറ്റ്. എന്താണ്? റാബിറ്റ്. പറഞ്ഞേ. ഖർഗോഷ്, റാബിറ്റ്. കങ്ക്, കങ്ക്, ബേർഡ്. കങ്ക്, ബേർഡ്. ഖർഗോഷ്, റാബിറ്റ്. അപ്പൊ നമ്മള് കാ വെച്ചിട്ടും ഇക്ക വെച്ചിട്ടുള്ള 4 വേർഡുകളാണ് നമ്മള് പഠിച്ചത്. അപ്പൊ കാ വെച്ചിട്ട് 2 വേർഡ് ഏതൊക്കെയാണ്? കബൂത്തർ, പീജിയൻ. കമൽ, ലോട്ടസ്. കബൂത്തർ. റെഡി ചെയ്ത് എല്ലാവരും? കബൂത്തർ. പറഞ്ഞേ. കബൂത്തർ. കബൂത്തർ എന്താ? പീജിയൻ. പ്രാവ് കേട്ടോ. കബൂത്തർ, പീജിയൻ. കമൽ, ലോട്ടസ്. കമൽ, ലോട്ടസ്. നെക്സ്റ്റ് ഖർഗോഷ്. ഖർഗോഷ്, റാബിറ്റ്. എന്താണ്? റാബിറ്റ്. കങ്ക്,
ബേർഡ്. ഇതാണ് കങ്ക്, ബേർഡ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 ലെറ്റർ പഠിച്ചു. ഏതൊക്കെയാണ്? ക, ഇക്ക അല്ലേ? ക, ഇക്ക. ക വെച്ചിട്ട് 2 വാക്കുകൾ ഏതൊക്കെയാണ്? കബൂത്തർ, പീജെ. കമൽ, ലോട്ടസ്. ഖർഗോഷ്. ഇക്ക വെച്ചിട്ടുള്ള 2 പേരൊക്കെയാണ്? ഖർഗോഷ്, റാബിറ്റ്, കങ്ക്, ബേർഡ്. ഇപ്പൊ എന്ത് ചെയ്യാ? പിക്ചർ നോക്കിയിട്ട് പിക്ചർ ഐഡന്റിഫൈ ചെയ്ത് വേണം നമ്മൾ പേര് പഠിക്കാനായിട്ട് കേട്ടോ. കബൂത്തർ എന്ന് വെച്ചാൽ ഏത് പിക്ചറാണ്, പ്രാവിന്റെ പിക്ചർ ആണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യാ? പിക്ചർ ഐഡന്റിഫൈ ചെയ്ത് ഈ പേരുകൾ എന്ത് ചെയ്യാ? ഇംഗ്ലീഷ് വേർഡും ഹിന്ദി വേർഡും എഴുതി പഠിക്കണം. അപ്പൊ നമുക്ക് ഹിന്ദി വേർഡ് തന്നിട്ട് ഇംഗ്ലീഷ് വേർഡ് അംഗ്രേസി में लिखिए എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരും. അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഡ് തന്നിട്ട് അതിന്റെ ഹിന്ദി വേർഡ് എഴുതാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരും. പിക്ചർ തന്നിട്ട് പേര് എഴുതാനായിട്ട് വരും കേട്ടോ, മാച്ച് ചെയ്യാനായിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യാ? നന്നായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ടെക്സ്റ്റ് നോക്കി നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.